ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ തേർഡ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അതായത് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് എ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ നേച്ചറും സ്കോപ്പും ആണ് നമ്മളിതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ നേച്ചർ എന്താണ്, ഈ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് മീനിങ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ മീനിങ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുന്ന വിഷയത്തെയാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ താരതമ്യം ചെയ്തിട്ട് പഠിക്കുന്ന രീതിക്കാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഗവൺമെൻറ്റുകളെക്കുറിച്ച്, ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ച്, ലോകത്തിൻ്റെ പല ഭാഗത്തും ജനങ്ങൾക്കുള്ള രാഷ്ട്രീയ അനുഭവങ്ങളെപ്പറ്റി, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന രീതിക്കാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ചൊക്കെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന വിഷയത്തെ വിളിക്കുന്ന പേരാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിന് വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത നിർവചനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ നിർവചനങ്ങൾ. അപ്പോൾ വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത രീതിയിലാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ എന്ത് ചെയ്യുന്നത്, നിർവചിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 2-3 ഡെഫിനിഷന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് E.A. ഫ്രീമാൻ്റെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് നൽകിയ നിർവചനമാണ്. അപ്പോൾ E.A. ഫ്രീമാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ചിന്തകന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് നൽകിയ നിർവചനം ഈ രീതിയിലാണ്: വ്യത്യസ്ത തരം ഗവൺമെൻറ്റുകളെക്കുറിച്ചും വൈവിധ്യമാർന്ന രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചും താരതമ്യ പഠനവും വിശകലനവും നടത്തുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രത്യേകതയായിട്ട് E.A. ഫ്രീമാൻ പറയുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തെ ഗവൺമെൻറ്റുകളെക്കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന പഠനശാഖയായിട്ടാണ് അദ്ദേഹം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണുന്നത്. മനസ്സിലായോ? ഇനി ജോൺ ബ്ലോണ്ടലിൻ്റെ അഭിപ്രായത്തിൽ സമകാലിക ലോകത്തെ വിവിധ തരം ദേശീയ ഗവൺമെൻറ്റുകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇന്നത്തെ ലോകത്തെ വ്യത്യസ്ത തരത്തിലുള്ള ഗവൺമെൻറ്റുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് ജോൺ ബ്ലോണ്ടൽ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകളെക്കുറിച്ചും അവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്. ഓക്കെ, എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഉത്ഭവവും അതിൻ്റെ പുരോഗതിയും ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഒരുപാട് കാലത്തെ ചരിത്രം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനുണ്ട്. അപ്പോൾ പ്രാചീന ഗ്രീസിലെ ചില ചിന്തകന്മാർ രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വിഷയം വന്നില്ല, പക്ഷേ ഇവരൊക്കെ താരതമ്യ പഠന രീതി ഉപയോഗിച്ചിട്ട് അവർ രാഷ്ട്രീയത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട് എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബുക്കും അതുപോലെ തന്നെ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കും. ഈ രണ്ട് ഗ്രന്ഥങ്ങളും, അല്ലേ, അതായത് അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സും പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കൊക്കെ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടാണ് അവർ എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അരിസ്റ്റോട്ടിൽ തൻ്റെ സിദ്ധാന്ത രൂപീകരണത്തിനും വേണ്ടി വിവിധ ഭരണഘടനകൾ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. 150ഓളം ഭരണഘടനകൾ ശേഖരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വന്ന മാക്കിയവല്ലി, J.S. മില്ല് ഇങ്ങനെയുള്ള ചിന്തകന്മാരൊക്കെ ഈ കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്
പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കമ്പാരിറ്റീവ് ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഗവൺമെൻറ്റുകളെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന രീതി, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഭരണഘടനകൾ താരതമ്യം ചെയ്ത് പഠിക്കുന്ന രീതിയൊക്കെയാണ് ആര് സ്വീകരിച്ചത്? 19-ാം നൂറ്റാണ്ടിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ സ്വീകരിച്ച പ്രധാനപ്പെട്ട രീതി. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഭരണഘടനകളെ, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഗവൺമെൻറ്റുകളെ താരതമ്യം ചെയ്തിട്ട് അതിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനം ഏതാണ്, ഏറ്റവും നല്ല ഗവൺമെൻറ് ഏതാണ്, ഏറ്റവും നല്ല ഭരണഘടന ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് 19-ാം നൂറ്റാണ്ടിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ നടന്ന പ്രധാനപ്പെട്ട രീതി. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മൾ 19-ാം നൂറ്റാണ്ടിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞല്ലോ. അവിടെ ഏറ്റവും നല്ല ഗവൺമെൻറ്റിനെ, ഏറ്റവും നല്ല ഭരണഘടന ഒക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അവർ ലോകത്തിലെ വ്യത്യസ്ത ഭാഗത്തുള്ള ഭരണഘടനകളും ഗവൺമെൻറ്റുകളൊക്കെ കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിച്ചത്. എന്നാൽ 20-ാം നൂറ്റാണ്ടോടുകൂടി കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മൺറോ, CF സ്ട്രോങ്, ആൽമോണ്ട്, പവൽ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകന്മാരാണ് അതിൽ നിർണായക പങ്ക് വഹിച്ചതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിനാക്കി, ഒരു സ്വതന്ത്ര പഠനശാഖയായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ 20-ാം നൂറ്റാണ്ടോടുകൂടി ഒരു കൂട്ടം ചിന്തകന്മാർ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ എന്ത് ചെയ്തു? ഒരു സ്വതന്ത്ര പഠനശാഖയായിട്ട് വളർത്തിയെടുക്കാൻ, പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും വേറിട്ടിട്ട് ഒരു സെപ്പറേറ്റ് പഠനശാഖയായിട്ട് മാറ്റാൻ അവർ ശ്രമിക്കുകയും അവർ രാഷ്ട്രീയ പ്രക്രിയകൾക്കും രാഷ്ട്രീയ പെരുമാറ്റങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ മുമ്പുള്ള ഈ പലതരം ഗവൺമെൻറ്റുകളെ കുറിച്ചുള്ള പഠനം, ഭരണഘടനയെക്കുറിച്ചുള്ള പഠനമൊക്കെ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ചും രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് 20-ാം നൂറ്റാണ്ടിലെ പ്രത്യേകത. അപ്പോൾ 20-ാം നൂറ്റാണ്ടോടുകൂടി രാഷ്ട്രീയ പ്രക്രിയകൾക്ക്, രാഷ്ട്രീയ പെരുമാറ്റത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വന്നു. മനസ്സിലായോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. നേച്ചർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ പ്രകൃതം. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്വഭാവം ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്ത സമൂഹങ്ങളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ, രാഷ്ട്രീയ വ്യവസ്ഥയെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന രീതിയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് സ്വീകരിക്കുന്നത്, അല്ലേ? അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത വിശകലനാത്മകവും അനുഭവസിദ്ധവുമായ ഗവേഷണം. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എപ്പോഴും അനലറ്റിക്കലായിട്ടുള്ള, വിശകലന സ്വഭാവമുള്ള, അതുപോലെ തന്നെ അനുഭവസിദ്ധമായിട്ടുള്ള ഗവേഷണങ്ങളാണ് നടത്തുന്നത്. ഓക്കെ, അതായത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് അനുഭവസാധ്യമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ തെളിവ് സഹിതം അനുഭവസാധ്യമായ അറിവിൻ്റെ സഹായത്തോടു കൂടി പഠനം നടത്തുന്ന വിഷയമായിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് വിശകലന സ്വഭാവമുള്ളതാണ്, അതുപോലെ തന്നെ അനുഭവസാധ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയമാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ നേച്ചർ പറയുമ്പോൾ അതിൽ രണ്ടാമത്തത് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനം, അല്ലേ? ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനം സാധ്യമാക്കാൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് കഴിയും. എങ്ങനെയാണ്? സത്യസന്ധവും നിഷ്പക്ഷവുമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ. സത്യസന്ധവും നിഷ്പക്ഷവുമായിട്ട് രാഷ്ട്രീയത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് മെത്തേഡ് നമ്മെ സഹായിക്കും. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ പറ്റി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ സത്യസന്ധമായിട്ടുള്ള, നിഷ്പക്ഷമായിട്ടുള്ള അറിവ് നൽകുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനം, ഒബ്ജക്റ്റീവായിട്ടുള്ള പഠനം നടത്താൻ സഹായിക്കുന്ന വിഷയമായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി മൂന്നാമത്തത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന് പ്രാധാന്യം നൽകുന്നു. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? അതായത് വ്യത്യസ്ത സോഷ്യൽ സയൻസുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം പഠിക്കുക. അപ്പോൾ സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, അല്ലേ, ഇങ്ങനെയുള്ള വ്യത്യസ്ത സോഷ്യൽ സയൻസുകളുടെ സഹായം
കൂടി പൊളിറ്റിക്സ് രാഷ്ട്രീയത്തെ പഠിക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന് പ്രാധാന്യം കൊടുക്കുന്ന, വ്യത്യസ്ത സോഷ്യൽ സയൻസുകളുടെ സഹായത്തോടു കൂടി രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു രീതിയാണ് ആര് സ്വീകരിക്കുന്നത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് സ്വീകരിക്കുന്നത്. ഇത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ നേച്ചറിൽ മൂന്നാമത്തതാണ്. ഇനി നാലാമത്തത് വികസിത രാജ്യങ്ങളിലെയും വികസ്വര രാജ്യങ്ങളിലെയും രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. മുൻകാലങ്ങളിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് യൂറോപ്പിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും യൂറോപ്പിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചും മാത്രം പഠിക്കുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും യൂറോപ്പിന് നൽകുന്ന അതേ പ്രാധാന്യത്തോടു കൂടി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന വിഷയമായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ ഇന്ന് കാണേണ്ടത്. അതുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വികസിത രാജ്യങ്ങളെക്കുറിച്ചും വികസ്വര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിഷയമാണ് ഏത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. മനസ്സിലായോ? അഞ്ചാമത്തത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നു, അല്ലേ? അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച് പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വിഷയം കൂടിയായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നൽകുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്